ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 9 and 10. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. മഹത്വമുള്ള പരിശുദ്ധ പിതാവേ, അങ്ങയുടെ തേജസ്സേറിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പാടി ആരാധിപ്പാൻ ഇന്ന് രാത്രികാലം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ വായിച്ച തിരുവചനം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ അരുളി ചെയ്തിരിക്കുന്ന ഈ തിരുവചനം, ദൈവസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഈ തിരുവചനം, അതിൻ്റെ ആധികാരികതയിൽ അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. മാനുഷികമായി വിവേചിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ അപ്രാപ്തരെന്നറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. പ്രസംഗിക്കുവാൻ, അതിനെ വിശദീകരിക്കുവാൻ, അതിനെ പ്രഭാഷിക്കുവാൻ സ്വർഗീയമായ ജ്ഞാനത്തെ അടിയൻ്റെ നാവിലും ബുദ്ധിയിലും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റോമാലേഖനത്തിൻ്റെ 11-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 24. അവിടെ മനോഹരമായ ഒരു സിമിലി, ഒരു ഇല്ലുസ്ട്രേഷൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നമ്മെ മുറിച്ച് മാറ്റി സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു. ഈ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന്, ബൈ നേച്ചർ ദ ട്രീ വാസ് വൈൽഡ്. അതിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് കാട്ടുമരമാണ്. നമുക്കറിയാം കാഞ്ഞിരമരം. കാഞ്ഞിരമരം എന്ന് പറഞ്ഞാൽ പോയിസൺ നട്രി എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ സ്നേക്ക് വുഡ് എന്ന് പറയും. മലയാളത്തിൽ കാഞ്ഞിരം എന്ന് പറയും. കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ ആ കാഞ്ഞിരമരത്തിൻ്റെ ഏത് ഭാഗം എടുത്ത് വായിൽ വെച്ച് കടിച്ചാലും അത് കയ്പായിരിക്കും. അത് ആ മരത്തിൻ്റെ കുറ്റമല്ല, അതിൻ്റെ നേച്ചർ അതാണ്, അതിൻ്റെ സ്വഭാവം അതാണ്. എന്നാൽ നമുക്കറിയാം കരിമ്പെന്നും പറഞ്ഞ് വേറൊരു പ്ലാന്റ് ഉണ്ട് അല്ലേ, ഷുഗർ കെയിൻ അല്ലേ. അതിൻ്റെ ഏത് ഭാഗം എടുത്ത് കടിച്ചാലും ഒരു മധുരമുണ്ട്. അതെന്തുകൊണ്ട്? ദാറ്റ് ഈസ് ഇറ്റ്സ് നേച്ചർ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പകുതി ഭാഗം കരിമ്പും പകുതി ഭാഗം കാഞ്ഞിരവുമായിട്ടൊരു മരത്തിൽ വരുമോ? ഇല്ല, ഒരിക്കലും വരത്തില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് അതാണ്. നല്ലൊരു മരം, ഗുഡ് ട്രീ, ഗുഡ് ഒലീവ് ട്രീ ആൻഡ് എ വൈൽഡ് ഒലീവ് ട്രീ. ആൻഡ് ഫ്രം ദ വൈൽഡ് ഒലീവ് ട്രീ അവർ നേച്ചർ വാസ് വൈൽഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. Especially we were thinking that, it is not something wrong with us in certain parts, or here and there some mistakes we were doing. No, our whole nature was corrupt. കഴിഞ്ഞ ആഴ്ച നമ്മളതാകട്ടെ, നമ്മുടെ സ്വഭാവം മുഴുവനും അടി തൊട്ട് മുടി വരെ അകവും പുറവും എല്ലാം സെൽഫിഷായിരുന്നു നമ്മൾ. കാരണം എന്നു ചോദിച്ചാൽ നമ്മുടെ നേച്ചർ എങ്ങനെയാണ്? ദാറ്റ് വാസ് ആദമിക് നേച്ചർ. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ നേച്ചർ അങ്ങനെയാണ്, നമുക്കറിയാം. അതിന് യാതൊരു സംശയവുമില്ല. ഒരു പൊടിക്കുഞ്ഞ് അത് മൂവ് ചെയ്യുവാൻ തുടങ്ങും, അത് ചലിക്കുവാൻ തുടങ്ങുന്ന സമയം മുതൽ നോക്കി അതിനകത്ത് സെൽഫിഷ്നെസ് കുഞ്ഞിൻ്റെ കടന്നു വരും. ആരും പഠിപ്പിക്കണ്ട അല്ലേ. കുഞ്ഞിൻ്റെ പിടിവാശി കണ്ടിട്ടില്ലേ? ആ കുഞ്ഞ് നാക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നോക്കിയാൽ ദേഷ്യം കണ്ടിട്ടില്ലേ? ഇതൊക്കെ എവിടുന്നാണ് വന്നത്? ആരെങ്കിലും പഠിപ്പിച്ചതാണോ? ദാറ്റ് ഈസ് ദി ആദമിക് നേച്ചർ. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ദാറ്റ് ഈസ് കോൾഡ് ഹ്യൂമൻനെസ്. ഇറ്റ് ഈസ് എ ഹ്യൂമൻനെസ്. അപ്പോൾ അങ്ങനെ മൊത്തമായി വൈൽഡായിരുന്ന, പ്രയോജനമില്ലാതിരുന്ന, പോയിസണസ് ആയിരുന്ന ഒരു മരത്തിൽ നിന്ന് നമ്മളെ മുറിച്ചു മാറ്റിയിട്ട് സ്വഭാവത്തിന് വിരുദ്ധമായ, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നേച്ചർ നോക്കി, അടി മുതൽ മുടി വരെ. മുമ്പേ പറഞ്ഞതുപോലെ കരിമ്പെന്ന് പറഞ്ഞാൽ അടി മുതൽ മുടി വരെ അതിനൊരു മധുരമുണ്ട്. കാഞ്ഞിരവും കരിമ്പുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റാണ്, ജസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റാണ്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മളെ ഒരു പ്രയോജനവും ഇല്ലാതിരുന്ന നമ്മളെ
കാട്ടുമരത്തിൽ നിന്ന് മുറിച്ച് നാട്ടുമരത്തോട് ചേർത്തു. അതാ ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിവില്ല. ഞാൻ ഇപ്പോഴും വയലിൻ്റെ ട്രീ അല്ല. എനിക്കൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഞാൻ അറിയാതെ തന്നെ ഒരു വലിയ ഗ്രാഫിംഗ് നടന്നു. എൻ്റെ ജീവിതത്തിനകത്തും പുറത്തും ഒരു വലിയ മാറ്റം സംഭവിച്ചു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് അടിസ്ഥാനപരമായ ഒരു പഠനമാണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. അതിനകത്ത് യാതൊരു സംശയവും ഉണ്ടാകുവാൻ കോണം പാടില്ല. കഴിഞ്ഞ ആഴ്ച കേട്ടത് ഈ കാട്ടുമരം എന്ന് പറയുന്നത് ആദം, ഈ നല്ല മരം എന്ന് പറയുന്നത് ക്രിസ്തു. ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്ത് കാട്ടുമരത്തെക്കുറിച്ചാണ്, വൈൽഡ് ട്രീയെക്കുറിച്ച്, അതിൻ്റെ നേച്ചറിനെ കുറിച്ച്, അതിൻ്റെ രീതികളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത് പുതിയ മരത്തെക്കുറിച്ചാണ്. നമുക്ക് വന്ന മാറ്റത്തെക്കുറിച്ചാണ്. നമ്മൾ ആ മാറ്റത്തിൽ എങ്ങനെ നിലനിൽക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെ ആ മാറ്റത്തിൽ വളരണമെന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞ് ജനിച്ചെങ്കിൽ ആ കുഞ്ഞ് വളരണം. പ്രൈസ് ഗോഡ്. കുഞ്ഞ് ജനിച്ചത് കൊണ്ട് ഐ ആം ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 15 വർഷം മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ കുഞ്ഞിന് 15 വയസ്സുണ്ട്. അടുത്ത ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ആ കുഞ്ഞ് യുവാവായി തീരണം. ഞാൻ ജനിച്ചെന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ വളരുന്നുണ്ടോ, എൻ്റെ കൈകൾ വളരുന്നുണ്ടോ, എൻ്റെ കാലുകൾ വളരുന്നുണ്ടോ. പിന്നെ ഒരു വലിയ വിഷയമുണ്ട്, പുറത്ത് വളർന്നാൽ പോരാ, അകത്തും വളരണം. എത്രയോ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. പ്രായമുള്ള പലതും മന്ദബുദ്ധികളായി ജീവിക്കുന്നത് അല്ലേ. മാനസിക വളർച്ച പ്രാപിക്കാത്ത മെൻ്റൽ ഇൽനെസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ അകവും പുറവും, ആത്മാവ് ദേഹം ഒരുപോലെ വളരണം. അതാണ് വളർച്ച. ഇന്നത്തെ രാത്രികാലം നമ്മൾ ആ വിഷയത്തിലേക്കാണ് ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ കാട്ടുമരം എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ആഡം. നല്ല മരം അല്ലെങ്കിൽ നല്ല ഒലിവ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ക്രൈസ്റ്റ്. നമ്മളെ ആദമിൽ നിന്ന്, ആദമിക് നേച്ചറിൽ നിന്ന്, ആദമിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന്, ആദമെന്ന് പറയുന്ന ട്രീയിൽ നിന്ന് പരിശുദ്ധാത്മാവ് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് നല്ല മരമാകുന്ന ക്രിസ്തുവിനോടുകൂടെ ചേർത്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദമിൻ്റെ പാരമ്പര്യത്തിലല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ നീതിയിലാണ്, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലാണ്, ക്രിസ്തുവിൻ്റെ ഭാഗ്യകരമായ അനുഭവത്തിലാണ്, ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്വാഭാവികമായിട്ടൊരു ചിന്തയുണ്ടാകാൻ പറ്റും, ഈ ഓൾഡ് മാൻ ആൻഡ് ന്യൂ മാൻ ക്യാൻ ബി ഇൻ വൺ പേഴ്സൺ. ചിലർ ചോദിക്കാറില്ലേ, ഹല്ലേലൂയ, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും കൂടെ ഒന്നിച്ച് ഒരാളിൽ ജീവിക്കാൻ പറ്റുമോ, ഒരാളിലാകാൻ പറ്റുമോ? എന്നിൽ പഴയ മനുഷ്യൻ, ഓൾഡ് മാൻ ആൻഡ് ന്യൂ മാൻ ക്യാൻ ദേ സർവൈവ് ഇൻ വൺ പേഴ്സൺ? അങ്ങനെയാണെങ്കിൽ അതിന് ഈസി ആയിട്ടുള്ള ഒരു ആൻസർ, തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, ക്യാൻ വൺ പാർട്ട് ഓഫ് യുവർ ലൈഫ് ഈസ് സേവ്ഡ് ആൻഡ് ദി അതർ പാർട്ട് ഈസ് അൺസേവ്ഡ്? നമ്മുടെ ഒരു ഭാഗം, ജീവിതത്തിൻ്റെ ഒരു ഭാഗം രക്ഷിക്കപ്പെട്ടു, വേറൊരു ഭാഗം രക്ഷിക്കപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുമോ? ക്യാൻ വൺ പാർട്ട് ഓഫ് അവർ ലൈഫ് ബി റീജനറേറ്റഡ് ആൻഡ് അതർ പാർട്ട് ഈസ് അൺറീജനറേറ്റഡ്? അങ്ങനെ നമുക്ക് ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയുടെ പകുതി ഭാഗം രക്ഷിക്കപ്പെട്ടു, മറ്റൊരു ഭാഗം രക്ഷിക്കപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ? ഒരു മുറിക്കകത്ത് പകുതി ഭാഗം ലൈറ്റും പകുതി ഭാഗം ഡാർക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഭവനത്തില് ഒരു ഭാഗം സ്വർഗവും മറ്റൊരു ഭാഗം നരകവും ചിന്തിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത് അസാധ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദൈവമക്കൾ പാപത്തിൽ വീഴുന്നു, പാപം ചെയ്യുന്നു? ഐ വിൽ കം ടു ദെയർ ഇൻ എ മൊമെന്റ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള വിഷയമല്ല, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ അവിടേക്ക് വരാം. അതുകൊണ്ട് ബേസിക്കലി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെക്കുറിച്ചുള്ള ഐഡന്റിറ്റിയിൽ നീ പൂർണ്ണമായി വിശ്വസിക്കേണ്ടത്, എൻ്റെ പഴയ മനുഷ്യൻ ഇന്നില്ല, ഇന്ന് എന്നിലുള്ളത് പുതിയ മനുഷ്യൻ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൽ വളരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൻ്റെ പ്രതിമയെ ധരിച്ചിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വളരുവാൻ തക്കവണ്ണം ക്രിസ്തുവാകുന്ന മരത്തിൽ ചേർക്കപ്പെട്ട ഒരു പുതിയ ശാഖയാണ് ഞാൻ. എൻ്റെ പഴയ മനുഷ്യനെന്നൊരുവൻ ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവൻ ക്രൂസിഫൈഡായി. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഓൾഡ് മാൻ വാസ് ക്രൂസിഫൈഡ്. ആ വാക്യത്തിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് പോയി നോക്കിയാൽ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ
അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. The old man was crucified with Christ. He was crucified. Crucified means he is dead. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, old man cannot be regenerated. Old man cannot be reformed. Old man cannot be revived. Old man can only be replaced. മറന്നു പോകരുത്, പഴയ മനുഷ്യനെ രൂപാന്തരം വരുത്താൻ പറ്റത്തില്ല. പഴയ മനുഷ്യനെ തേച്ച് മിനുക്കി ചില പാച്ചപ്പ് വർക്കൊക്കെ ചെയ്ത് പുതുതായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. പഴയ മനുഷ്യനെ റിഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. അവനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ, പഴയ മനുഷ്യനെ മാറ്റി പുതിയ മനുഷ്യനെ വെക്കുക. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ടു മേക്ക് us ന്യൂ ക്രീച്ചേഴ്സ്. ഓൾവേസ് റിമെമ്പർ, ടു മേക്ക് us ന്യൂ ക്രീച്ചേഴ്സ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും നമ്മളെക്കുറിച്ച് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? പഴയ ഞാൻ ഇല്ല. പഴയ മനുഷ്യൻ is gone and he was crucified with Christ and he was buried. Now I am a new man. Always remember that. I am a new creature. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളും ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും പൂർണ്ണമായി വിശ്വസിക്കേണ്ട സത്യം ഇതാണ്: I am a new creature. I am a new creature. ഞാൻ പുതിയൊരു വ്യക്തിയാണ്, ഞാൻ പുതിയൊരു മനുഷ്യനാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? I am rooted in Christ. I am grafted with Christ. ക്രിസ്തു എന്ന മരത്തിന്റെ ശാഖയാണ് ഞാൻ. അപ്പോൾ എന്നെ ഈ ലോകം കാണുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും. ഹല്ലേലൂയ. എന്നിലൂടെ പുറപ്പെടുന്ന ഫലം ഒരിക്കലും ആദമിന്റെ ഫലമാകരുത്. എന്നിലൂടെ പുറപ്പെടുന്ന ഫലം ക്രിസ്തുവിന്റെ ഫലമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വേറൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓൾഡ് മാൻ ഹാഡ് എ ക്ലോത്ത്. ഓൾഡ് മാൻ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. ആ ഓൾഡ് മാൻ ധരിച്ചിരുന്ന വസ്ത്രമല്ല ന്യൂ മാൻ ധരിക്കേണ്ട വസ്ത്രം. ശ്രദ്ധിച്ച് കേൾക്കണമേ. പഴയ മനുഷ്യനൊരു വസ്ത്രം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിലിറ്ററി ഹാസ് എ ഡ്രസ് കോഡ്. മിലിറ്ററിക്കാർക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലേ? പോലീസുകാർക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലേ? ചില നാഷണലൈസ്ഡ് ബസ് ഡ്രൈവേഴ്സ് ഉണ്ട്, അവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ഹോസ്പിറ്റലിലെ സ്റ്റാഫിനൊരു ഡ്രസ് കോഡ് ഉണ്ട്. അതുപോലെ ബേസ്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് ഡ്രസ് കോഡ് ഉണ്ട്. ക്രിക്കറ്റേഴ്സിനെ നോക്കി, അവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ഈ ഡ്രസ് കോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും they belong to that community or they belong to that workforce. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പഴയ മനുഷ്യന് ഒരു ഡ്രസ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്കൊരു ഡ്രസ്, ദൈവവചനത്തിലേക്ക് ഞാൻ വരാം. പഴയ മനുഷ്യന്റെ ഡ്രസ് കോഡ് എന്ന് പറയുന്ന ആത്മീയ അർത്ഥത്തിൽ നമ്മൾ കാണണം. ആത്മീകമായിട്ട് അവനൊരു ശൈലി ഉണ്ടായിരുന്നു, അവനൊരു രീതി ഉണ്ടായിരുന്നു, അവനൊരു രൂപമുണ്ടായിരുന്നു, അവനൊരു സ്വഭാവമുണ്ടായിരുന്നു, അവന്റെ ജീവിതത്തിന് ഒരു പ്രത്യേക മാതൃക ഉണ്ടായിരുന്നു. പഴയ മനുഷ്യൻ മരിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന സകലതും ഇല്ലാതായി. അപ്പോൾ പുതിയ മനുഷ്യനായ ഞാൻ വരുമ്പോൾ എനിക്ക് പുതിയൊരു ഡ്രസ് കോഡായിരിക്കണം, എനിക്ക് പുതിയൊരു രീതിയായിരിക്കണം, എനിക്ക് പുതിയൊരു ലക്ഷ്യമായിരിക്കണം, എനിക്കൊരു പുതിയ സ്വഭാവ രീതിയായിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അപ്പിയറൻസും പ്രത്യക്ഷതയിൽ പുതുതായിരിക്കണം. കാരണം പഴയത് പുതിയതിലേക്ക് വരുവാൻ തക്കവണ്ണം പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ പഴയ ഡ്രസ് കോഡിനെ കുറിച്ച്, പഴയ മനുഷ്യന്റെ ഡ്രസ് കോഡ് എന്താണെന്ന് അറിയണമെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച വചനഭാഗത്തിന്റെ മുകളിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ മനുഷ്യൻ ആരായിരുന്നു, പഴയ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. എന്നിട്ടാണ് പറയുന്നത്, അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നമ്മൾ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നു എഴുതിയിരിക്കും. ഇത് തന്നെ ഇതേ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ പഴയ മനുഷ്യന്റെ സ്വഭാവമാണ് നമ്മളിവിടെ കേട്ടത്.
നമ്മുടെ ജീവിതത്തിൻ്റെ രീതി അതായിരുന്നു. നമ്മൾ കോപിക്കുന്നവരായിരുന്നു, നമ്മൾ ഈർഷ്യപ്പെടുന്നവരായിരുന്നു, നമ്മൾ പോഷ്കു പറയുന്നവരായിരുന്നു, നമ്മുടെ വായിൽ വരുന്നത് ദൂഷണങ്ങളായിരുന്നു, ദുർഭാഷണങ്ങളായിരുന്നു. അതുപോലെ തന്നെ ദുർനടപ്പിൻ്റെതായ സ്വഭാവം ഉണ്ടായിരുന്നു, അശുദ്ധി ഉണ്ടായിരുന്നു, ദുർമോഹങ്ങൾ ഉണ്ടായിരുന്നു, അത്യാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പഴയ മനുഷ്യൻ്റെ അപ്പിയറൻസിലാണ്. അവൻ്റെ സ്പിരിച്വൽ ഗാർമെൻറ്റ്സ് ആയിരുന്നു, അവൻ്റെ ആത്മീയ വേഷമായിരുന്നു അത്. എപ്പോഴും ഒന്ന് മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾ ഇവയിൽ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ വസ്ത്രങ്ങളും അവനുള്ള സകലതും അതിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മൾ മറന്നു പോകരുത്. ഒരു കാര്യം ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, ഞാൻ ഒരു വിഷയത്തിലേക്ക് നിന്ന് കൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞത് പറയണമെന്നാണ് കരുതുക. പക്ഷേ അതുവരെ നിങ്ങൾക്ക് സംശയം മനസ്സിലില്ലാതിരിക്കാൻ തക്കോണം ഇപ്പോൾ പറയുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ ദൈവമക്കളെന്ന് പറയുന്നവർക്ക് ദുർഭാഷണം വരുന്നു? അങ്ങനെ എങ്കിൽ എങ്ങനെ അത്യാഗ്രഹം എന്ന് പറയുന്നത് കടന്നു വരുന്നു? കോപം എങ്ങനെ കടന്നു വരുന്നു? സഹോദര സഹോദരി, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ന്യൂ മാൻ, ഓൾഡ് മാൻ, അനദർ വൺ ഈസ് ദെയർ ഫ്ലഷ്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവം, ഹ്യൂമൻനെസ്, ഹ്യൂമൻ നേച്ചർ. വെദർ യു ആർ ഓൾഡ് മാൻ or new man, that flesh is there, same. Flesh is always same. Humanness is always same. നമ്മുടെ ഹ്യൂമൻ നേച്ചറിന് ഒരു മാറ്റമില്ല. നമ്മുടെ നാട്ടിൽ ഈ താങ്ങുമരം എന്നും പറഞ്ഞൊരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? താങ്ങുമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുമുളക് പൊടിയൊക്കെ കയറ്റിവിടാൻ വേണ്ടി മരം നട്ടുപിടിപ്പിക്കത്തില്ലയോ? താങ്ങുമരങ്ങളാണ്. വട്ട എന്ന് പറഞ്ഞ മരം കണ്ടിട്ടുള്ളവരുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഒന്നും അറിയത്തില്ല. വട്ടമരമുണ്ട്, അതുപോലെ പൂവരിശെന്നും പറഞ്ഞൊരു മരമുണ്ട്, കൊന്ന മരമൊന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മുടെ പറമ്പിലൊക്കെ വെച്ച് പുലർത്തുന്നത്? വല്ല പ്രയോജനം ആ മരങ്ങൾ കൊണ്ടുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാ പറിച്ച് തിന്നാൻ കൊള്ളാമോ? എന്തിനെങ്കിലും ഗുണമുണ്ടോ? അതിനൊരൊറ്റ ഗുണമേ ഉള്ളൂ. എന്തോന്നറിയാമോ? അതിൽ ഈ പറയുന്നത് പോലെ കുരുമുളക് ചെടി വളർത്താൻ പറ്റും. അപ്പോൾ ഒരു പാഴ്മരം എൻ്റെ പറമ്പിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഗുണം വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അതിൽ പറ്റിപ്പിടിച്ച് വളരുന്ന കുരുമുളക് ചെടിയിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ ക്ലൈംബേഴ്സ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും നമ്മൾ പ്രയോജനമുള്ളത് പടർത്തി വിടുകയാണെങ്കിൽ അത് പടർന്ന് പന്തലിച്ച് അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടും. ഈ ഹ്യൂമൻനെസ് എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ, ഹ്യൂമൻ ഈസ് ലൈക്ക് ഈ താങ്ങുമരം പോരാ, പക്ഷെ അതിനകത്ത് പടരുന്നതൊന്നാണ് ഈ ന്യൂമാൻ. മനസ്സിലായോ? മുമ്പതിൽ പടർന്നിരുന്നത് എന്തുവായിരുന്നു? കാട്ടുവള്ളിയായിരുന്നു, പ്രയോജനമില്ലാത്തതായിരുന്നു, പഴയ മനുഷ്യനായിരുന്നു. ഇന്നതിനെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് പുതിയ മനുഷ്യൻ വന്നിരിക്കുക. അപ്പോൾ ഈ നേച്ചർ, ഈ മരമെന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഹ്യൂമൻനെസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ ഈ ഹ്യൂമൻനെസ് എപ്പോഴും ഈ ഭൂമിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദിസ് ഫ്ലഷ് ഈസ് ടേക്കൺ ഫ്രം ദിസ് എർത്ത്. സോ ഇറ്റ് ഓൾവേസ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഒബ്ലൈജ്ഡ് ടു ദി എർത്തലി സ്റ്റാൻഡേർഡ്. ഈ ഭൂമിയിലുള്ളതുമായിട്ടുള്ള വിധേയത്വമാണ് എപ്പോഴും നമ്മുടെ ജഡത്തിലുള്ളത്. നമ്മുടെ ജഡം ഈ ഭൂമിയിലുള്ളത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളിലുള്ള ഈ ആത്മാവാണ് കർത്താവിൽ നിന്ന് വന്നിട്ടുള്ളതും സ്വർഗീയമായിട്ടുള്ളതിനെയും കാക്ഷിക്കുന്നത്. അപ്പോൾ ഈ ജഡം എപ്പോഴും പാപ സ്വഭാവമുള്ളതാണ്. പഴയ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ജഡം എന്ത് പറയുന്നോ അത് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മളെ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ കൈ പറയുക ചിലത് ചെയ്യണമെന്ന് പറയുമ്പോൾ പഴയ മനുഷ്യൻ പറയും, ധൈര്യമായിട്ട് നീ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്തേക്കാം. ചില കണ്ണുകൾ പറയാമെന്ന് വെച്ചാൽ എനിക്ക് ചിലത് കാണണമെന്ന് പഴയ മനുഷ്യൻ, ഓൾഡ് മാൻ പറയും, യു സീ, നോ പ്രോബ്ലം. പക്ഷെ വാട്ട് ഹാപ്പൻ നൗ? ദാറ്റ് ഓൾഡ് മാൻ ഈസ് ക്രൂസിഫൈഡ്. നൗ ന്യൂ മാൻ കെയിം ഇൻ പ്ലേസ് ഓഫ് ദി ഓൾഡ് മാൻ. നൗ ദ ഫ്ലഷ് ഈസ് സെയിം. ഫ്ലഷ് ഈസ് സേയിങ്, ഐ വാണ്ട് ടു സീ ദിസ്. ന്യൂ മാൻ സേസ്, നോ വേ. Flesh is saying, I want to do this. New man says, no way. Flesh is saying, I want to go there. New man says, no. You understood what I am saying? ഇതാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം. അപ്പോൾ നമ്മൾ മരിക്കുന്നത് വരെയും ഈ പാപ സ്വഭാവം നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, 1 കൊരിന്ത്യർ 9:27 പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കിയത്ര ചെയ്യുന്നു. അവിടെ ബോഡി എന്ന് എഴുതിയിരിക്കുന്നത് ആക്ച്വലി അതിൻ്റെ റൂട്ട് മീനിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലഷ് എന്നതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ ജഡത്തെ അടിമയാക്കുമെന്ന് പറഞ്ഞാൽ പൗലോസിനും ഒരു ജഡസ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ഹി വാസ് ഓൾസോ എ മാൻ, ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് പൗലോസ് പറയുക, ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ എൻ്റെ ജഡത്തെ മരിപ്പിക്കുകയാണ്.
ഇത് തന്നെയാണ് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു. എന്തെന്നറിയാമോ? ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. ജഡത്തിനൊരു മോഹമുണ്ട്, ഹ്യൂമൻനെസ്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പുതിയ മനുഷ്യനായി തീരുമ്പോൾ നമ്മുടെ ജഡവുമായിട്ട് ഒരു വലിയ മത്സരം നടക്കുകയാണ്. നമ്മുടെ ഉള്ളിലൊരു വാർഫെയർ നടക്കുക. When I was an old man, there was no warfare at all, because whatever the flesh was saying, old man was allowing it. You understood what I am saying? പഴയ മനുഷ്യൻ അത് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലെറ്റ് മീ കം ടു ദ പോയിന്റ്. നമ്മൾ പറഞ്ഞല്ലോ, പഴയ മനുഷ്യന് ഒരു ഗാർമെന്റ്സ് ഉണ്ടായിരുന്നു, പഴയ മനുഷ്യന് ഒരു ശൈലി ഉണ്ടായിരുന്നു, പഴയ മനുഷ്യന് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, പഴയ മനുഷ്യന് ചില രീതികൾ ഉണ്ടായിരുന്നു. ആ പഴയ മനുഷ്യൻ ക്രൂസിഫൈഡ് ആയി കഴിഞ്ഞപ്പോൾ ആ രീതികളൊക്കെയും നമ്മൾ ഉപേക്ഷിച്ചു. ഇന്ന് പുതിയ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ ജഡത്തിന് പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പുതിയ മനുഷ്യൻ പറയുന്നു നോ. കാരണം പുതിയ മനുഷ്യൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവന്? ക്രിസ്തുവിൻ്റെ രൂപത്തോട് അനുരൂപരാകാന്. പുതിയ മനുഷ്യൻ ജഡത്തെ പഠിപ്പിക്കുകയാണ്, നീ പഴയ പോലെ നടന്നാൽ പോരാ, ഇനി നിന്റെ രീതികൾ പുതുതാക്കണം, നിന്റെ വഴികൾ പുതുതാക്കണം. മനസ്സിലായല്ലോ? ഞാൻ ഇങ്ങനൊരു കഥ ഓർക്കുന്നുണ്ട്. പണ്ടൊരു രാജാവ് ജീവിച്ചിരുന്നു. അതിബുദ്ധിമാനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രാജാവാണ്. He was actually not intelligent or wise. He was thinking that he was wise. ഒരു ദിവസം രാജാവിന് ഒരു ബുദ്ധി തോന്നി, ഇതുപോലൊരു അതിബുദ്ധി തോന്നി. എന്തുവെന്നറിയാമോ? എൻ്റെ രാജ്യം വളരെ സമൃദ്ധിയുള്ള ഒരു രാജ്യമാണ്, പക്ഷേ എൻ്റെ രാജ്യത്തിലെ മനുഷ്യർക്കൊക്കെ ബുദ്ധിയുണ്ടോ? എൻ്റെ അത്രയൊക്കെ ബുദ്ധി അവർക്കൊക്കെ ഉണ്ടോ? അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഞാൻ വേഷം മാറിയിട്ട് എൻ്റെ രാജ്യത്തിൻ്റെ ചില കോണുകളിലൊക്കെ പോയിട്ട് അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ, അവർക്ക് ബുദ്ധിയുണ്ടോ എന്നറിയാൻ. വെറുതെ അടികൊള്ളാനുള്ള വഴികളൊന്നും വഴി തങ്ങത്തില്ലെന്ന് പറയുന്നതിൻ്റെ കറക്റ്റാണ്. ഈ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കള്ളൻ്റെ കൂട്ടുള്ള വേഷമൊക്കെ ഇട്ടു, കണ്ടു കഴിഞ്ഞാൽ തല്ലിപ്പൊളിയാണെന്ന് തോന്നുന്നു, അതുപോലുള്ള ഒക്കെ വേഷം കെട്ടിയിട്ട് മാർക്കറ്റ് പ്ലേസിൽ പോയി, ചന്തസ്ഥലത്ത് പോയി. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഏതെങ്കിലും നല്ല തിരക്കുള്ള ഒത്തിരി ഗാർഡുകളുള്ള കാവൽക്കാരുള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയി എന്തെങ്കിലും മോഷ്ടിക്കണം. അവരെ കാണാതെ മോഷ്ടിച്ചിട്ട് വെളി വരണം. എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് പറയണം, ഇത്രയും കാവൽക്കാർ നിങ്ങളുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടും ഈ സാധനം നിങ്ങളുടെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നു, നിങ്ങളെന്നോ എൻ്റെ രാജ്യത്ത് ഇത് പറ്റത്തില്ല. അപ്പോൾ അവരെക്കാൾ ബുദ്ധി എനിക്കുണ്ട്, ഞാൻ അവരെ കൈയോടെ പിടിച്ചു, അവരുടെ കഴിവുകേട് പിടിച്ചു എന്നറിയാൻ വേണ്ടിയാണ് രാജാവ് പോയത്. നമുക്കറിയാം, അദ്ദേഹം ഇങ്ങനെ നടന്ന് ചെന്നപ്പോൾ ഒത്തിരി കാവൽക്കാരൊക്കെ നിൽക്കുന്നിടത്ത് ഒരു കട കണ്ടു. അദ്ദേഹം പതുക്കെ അതിനകത്തോട്ട് കയറി ഏറ്റവും വില കൂടിയ ഒരു സാധനം എടുത്തിട്ട് തൻ്റെ കീശയ്ക്കകത്താക്കിക്കൊണ്ട് ഇറങ്ങി വരിക. നമുക്ക് ചിന്തിക്കാമെന്നേ ഉള്ളൂ എന്താ സംഭവിച്ചാൽ. കാവൽക്കാരെല്ലാം കൂടെ, ഗാർഡുകളെല്ലാം കൂടെ, ആരോ ഒരു ഗാർഡ് ഇത് കണ്ടു, ഗാർഡുകളെല്ലാം കൂടെ എടുത്തിട്ട് നല്ലപോലെ ഇടിച്ചു. കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ രാജാവ് എന്ത് പറഞ്ഞെന്നറിയോ? ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, ആരിലും സമ്മതിക്കുമോ? അടുത്ത് നിന്നോമ്പ് 2 എണ്ണം കൂടെ കൊടുക്കുക, നമ്മുടെ രാജാവിൻ്റെ പേരുകൂടി ഇപ്പോൾ മോശമാക്കുക. നമുക്കറിയാം, ഊഹിക്കാൻ പറ്റും രാജാവ് എത്ര ദിവസം കിടക്കെ കിടന്നെന്നോ, എത്ര കിഴിയിട്ട് തിരുമിയെന്നോ, പിന്നീട് എപ്പോഴും രാജാവായിട്ട് സിംഹാസനത്തിലിരിക്കാൻ സ്ഥലം കിട്ടിയെന്നോ സമയം കിട്ടുമെന്നോ നമുക്കറിയില്ല. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഇതാ, എന്തുകൊണ്ടാണ് രാജാവിന് ഇടി കിട്ടിയത്? രാജാവിനൊരു വസ്ത്രമുണ്ട്, രാജവസ്ത്രം. രാജാവിനെ രാജവസ്ത്രത്തിൽ കണ്ടാൽ മാത്രമേ രാജാവെന്ന് തിരിച്ചറിയാൻ പറ്റൂ. പുതിയ മനുഷ്യൻ നമ്മളായിന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ പുതിയ മനുഷ്യൻ്റെ വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ പിശാചിനെ തിരിച്ചറിയാൻ പറ്റൂ നമ്മൾ പുതിയ ആളാന്ന്. പുതിയ വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ സഭയിലുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റൂ നമ്മൾ പുതിയ ആളാണെന്ന്. പുതിയ വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ പറ്റൂ നമുക്ക് മാറ്റം വന്നെന്ന്. പുതിയ വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജോലി സ്ഥലത്ത് മനസ്സിലാക്കുവാനായിട്ട് പറ്റൂ നമ്മൾ പുതിയ ആളാണെന്ന്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മളെ ഈ ലോകം പഴയ ആളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ശോധന ചെയ്യേണ്ടതൊന്ന്, എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എൻ്റെ പഴയ സംസാര രീതിയാണോ ഇപ്പോഴ്? എൻ്റെ പഴയ ചിന്താഗതിയാണോ ഇപ്പോഴ്? എൻ്റെ പഴയ കൂട്ടുകാരാണോ ഇപ്പോഴ്? കൂട്ടുകാർ പഴയതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവരുടെ കൂട്ടുകെട്ടിൽ ഉള്ള പഴയ എൻ്റെ സ്വഭാവം തന്നെയാണോ ഇപ്പോഴ്? ഹല്ലേലൂയ. എൻ്റെ പഴയ ലക്ഷ്യമാണോ ഇപ്പോഴ്? പഴയതിന് ഞാൻ എന്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത് ആ വിഷയങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ഇന്നും ജീവിക്കുന്നത്? പണ്ട് ഞാൻ എങ്ങനെയാണോ സമയം ചെലവഴിച്ചത് ആ വിഷയങ്ങളിൽ തന്നെയാണോ ഇന്നും ഞാൻ സമയം ചെലവഴിക്കുന്നത്? ഇതൊക്കെ സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ?
നമ്മൾ ധരിച്ചിരിക്കുന്നത് പുതിയ മനുഷ്യനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാകുന്നു, പഴയ മനുഷ്യൻ കഴിഞ്ഞുപോയി, സകലതും പുതുതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിതൊട്ട് മുടി വരെ നമ്മൾ പുതുതായിരിക്കുന്നു എന്നാ. മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് കാഞ്ഞിരത്തിന് രൂപമാറ്റം ഉണ്ടായി കരിമ്പായി കഴിഞ്ഞാൽ കാഞ്ഞിരത്തിന്റെ വേര് മാത്രമല്ല മാറുന്നത്, തടി മാത്രമല്ല മാറുന്നത്, ഇല മാത്രമല്ല മാറുന്നത്, അതിന്റെ നേച്ചറും മാറും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ, അത് ഉറപ്പാണ്. ദാറ്റ് ഈസ് എ ടെസ്റ്റഡ് ഓഫ്. നമ്മൾ ആരെങ്കിലും പറയുക ഞാനൊരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ, ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ, ഞാനൊരു ദൈവ പൈതലാണെന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ദ ടെസ്റ്റ്. അവൻ പുതിയ മനുഷ്യനാണ്. പഴയ മനുഷ്യൻ പോയി. വചനം പറയുന്നു റോമാലേഖനം 6:6 ഇപ്പോൾ വായിച്ചു നമ്മൾ. എന്തോന്നറിയാമോ? ജഡസംബന്ധമായി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇറ്റ് ഈസ് an understood. എന്നിട്ട് ആ 4-ാമത്തെ വാക്യത്തിൽ എന്തോന്നറിയാമോ? walk in the newness of life. ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. അതെ, 4-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നമ്മൾ കുഴിച്ചിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു. എന്നിട്ട് അടുത്ത വാക്യം എഴുതിക്കൂ: ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അമേസിംഗ് അത്. ഹല്ലേലൂയ. എന്തിനാണ് എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ കുഴിച്ചിട്ടത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ആത്മാവിന്റെ ശക്തിയാൽ അതിലെ ഉയർത്തെഴുന്നേറ്റിട്ട് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ട് പഴയ ജീവിതം നയിക്കുവാനല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നടക്കുവാൻ. ഞാൻ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, സ്നാനക്കടവിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് വരുമ്പോൾ, ലോകം എന്നെ കാണേണ്ടത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ കാണപ്പെടേണ്ടത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. ദൈവസഭ എന്നെ കാണുന്നത് പുതിയൊരു വ്യക്തിയായിട്ടാണ്. കാരണം എന്തെന്നറിയാമോ? പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ രീതികൾ, പുതിയ ജീവിതചര്യകൾ, പുതിയതായിട്ടുള്ള എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും പെരുമാറ്റ രീതികളും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് നാം ഓർത്തിരിക്കണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ പുതിയ മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മൾ പഴയ മനുഷ്യൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വിശ്വാസിയിൽ നിൽപ്പാൻ തക്കവണ്ണം കഴിയില്ല. ഹല്ലേലൂയ. ഒരു രീതിയിലും അത് സംഭവിക്കത്തില്ല. ഇറ്റ് ക്യാൻ നെവർ ഹാപ്പൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നാം പാപത്തിൽ വീഴുന്നുവെങ്കിൽ, ജഡത്തിന് കീഴ്പ്പെട്ടു പോകുന്നുവെങ്കിൽ, അത് നോട്ട് ബിക്കോസ് ഓഫ് ദി ഓൾഡ് മാൻ ഓർ ദ ന്യൂ മാൻ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫ്ലഷ്. ബിക്കോസ് ഓഫ് ദ ഫ്ലഷ്. Old man, new man is weak. So that is the reason flesh has got the upper hand. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി കള്ളത്തിൽ വീട് പറയുന്നത്? കള്ളം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡത്തിന് കള്ളം പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് തടയുവാൻ്റെ ഗുണം പുതിയ മനുഷ്യന് ഹെൽത്ത് ഇല്ല, വീക്കായിപ്പോയി. അതിന് നോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആത്മാവിൽ നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്. അതുകൊണ്ടാണ് പുതിയ മനുഷ്യൻ ശക്തി പ്രാപിച്ചു വരേണ്ടത്. അനുദിനം ദൈവവചന ധ്യാനത്തില്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്, ദൈവജനത്തോടുള്ള കൂട്ടായ്മയില് ഒക്കെയും അവൻ ശക്തി പ്രാപിച്ചിരിക്കുക. ഞാൻ താഴേക്ക് വരുമ്പോൾ 1-2 പോയിന്റുകളിൽ അത് പറയാം. പ്രൈസ് ഗോഡ്. ആ ശക്തി നമ്മളിലേക്ക് വന്നില്ല എങ്കിൽ നാം ജഡത്തിന് കീഴ്പ്പെട്ടു പോകും. ജഡം പറയുന്നത് അനുസരിച്ച് പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ സാക്ഷ്യത്തെ ബാധിക്കും. ഒരു പക്ഷേ പുതിയ മനുഷ്യൻ ഇല്ലാതായി പോകും. കാരണം അവൻ ആഹാരമൊന്നും കിട്ടാതെ, എത്ര വലിയ മനുഷ്യനാന്ന് പറഞ്ഞാലും ആഹാരം കൊടുത്തില്ലെങ്കിൽ, നല്ല വിശ്രമം കിട്ടിയില്ലെങ്കിൽ, നല്ല എക്സസൈസ് കിട്ടിയില്ലെങ്കിൽ, he will die. Spiritually you will be dead then. ആത്മീയമായി മരിച്ചു പോയേക്കാം. പ്രൈസ് ഗോഡ്. അപ്പോൾ അതാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. I tell you one thing, my brother, my sister, right from the beginning of the world, right from the beginning of the creation of human beings, മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് കർത്താവിന്റെ വരവ് വരെയുള്ള കാലഘട്ടം, നമുക്കറിയില്ല എത്ര കാലഘട്ടമാണ് ഇനി മുന്നോട്ടുള്ളതെന്ന്. അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ 2 ലൈൻ ഉണ്ടാകും. ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ്. 2 പേരായിരിക്കും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. 1 മനുഷ്യനായ യേശു ക്രിസ്തു, 2 മനുഷ്യനായ ആദം. ശ്രദ്ധിച്ചു നോക്കണം. ആദമിൻ്റെ പിന്നാലെ ഒരു വലിയ കൂട്ടം കാണും. ആദമിൻ്റെ ലൈനിൽ ഒരു വലിയ ജനം കാണും. യേശുവിൻ്റെ പിന്നിലും ഒരു ജനം കാണും. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. ഇതിൽ 2ലും കൂടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ? അതിനാണ് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത്. യേശുവിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ പിന്നാലെ ഒരു ജനമുണ്ട്.
യേശുവിന്റെ പുറകിൽ ആ ക്യൂവിൽ ഒരു വലിയ ജനമുണ്ട്. കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച്, കർത്താവിനെ നാഥനും നായകനുമായി ജീവിതത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്ത് വന്നിരിക്കുന്ന ഒരു ജനം. ഇപ്പുറത്തെ ജനം എന്തോന്നറിയാമോ? ആദമിൽ നിന്ന് ജനിച്ച്, ആദമിന്റെ വഴികളിൽ ജീവിച്ച്, ആദമിനെ പിതാവായി കണ്ട്, ആദമിന്റെ വഴി വിട്ടുപോകാതെ വണ്ണം ക്രിസ്തുവിന് പിന്തിരിഞ്ഞു പോയ ഒരു ജനം. നമുക്കറിയാം ഇതിലേതിലായിരിക്കും കൂടുതൽ ജനം വരുന്നത് നമുക്കറിയാം, ഊഹിക്കാൻ പറ്റും. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കേണ്ട ഒരു വിഷയമുണ്ട്. വിത്ത് ഹൂം ഐ ആം. ഞാൻ ആരിലാണ്? ഞാൻ ഏത് ക്യൂവിലാണ്? ആദം നിൽക്കുന്ന ക്യൂവിലാണോ ഞാൻ? ആം ഐ ഇൻ ദ ക്യൂ ബിഹൈൻഡ് ആഡം, or am I in the queue behind Jesus Christ? Because both are human beings. ഒന്നിനെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആദമെന്നും മറ്റവൻ ആരാണ്? അവസാനത്തെ ആദം. രണ്ട് ഹ്യൂമൻ ബീയിങ്സ്. Hallelujah. Two persons standing before God to represent the whole humanity. Listen to this, my brothers, my sisters. Two persons standing before God Almighty to represent the whole humanity, past, present and future. Who are they? One is Adam and the other is Christ, Jesus Christ, the human. Hallelujah. Where are you standing? Are you with Adam or are you with the man, Jesus Christ? നമ്മൾ മറന്നു പോകരുത്. കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവാക്കിയെന്ന് പറയുമ്പോൾ, കാട്ടുമരമായതിൽ നിന്ന് എന്നെ നല്ല മരത്തിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ, ഈ ട്രാൻസിഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ആ ക്യൂവിൽ നിന്ന് ഞാൻ ഈ ക്യൂവിലേക്ക് വന്നോ? ഒരു പക്ഷേ എൻ്റെ നാട്ടുകാരെല്ലാം ഈ ക്യൂവിലായിരിക്കാം, എൻ്റെ വീട്ടുകാരെല്ലാം ഈ ക്യൂവിലായിരിക്കാം, എൻ്റെ കൂട്ടുകാരെല്ലാം ഈ ക്യൂവിലായിരിക്കാം. ഞാൻ ഒറ്റയ്ക്കായിരിക്കാം യേശു ക്രിസ്തു നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നത്. റിമെമ്പർ ദിസ്. ഇതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. എന്നെ കാട്ടൊലിവിൽ നിന്ന് നാട്ടൊലിവാക്കിയെന്ന് പറയുമ്പോൾ, എന്നെ കാട്ടുമരത്തിൽ നിന്ന് നാട്ടുമരമാക്കിയെന്ന് പറയുമ്പോൾ, അത് പ്രാർത്ഥിക്കുവാനുള്ള ഭംഗിയായി പ്രാർത്ഥിക്കുവാനുള്ള ശൈലിയല്ല, പിന്നെയോ ദാറ്റ് മസ്റ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ആൻഡ് മൈൻഡ്. ആ പ്രാക്ടിക്കലായിട്ടുള്ള ആ ട്രാൻസ്പ്ലാന്റിങ്, ആ സ്വിച്ചിങ് ഓവർ, ആ ട്രാൻസിഷൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും, മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, മൈ ചിൽഡ്രൻ, ഇഫ് യു ആർ ടെംപ്റ്റഡ് ടു ലൈ, if you are tempted to covet after something, if you are tempted to get angry, or if you are tempted to rebel with somebody, remember that if you are a born again child, you must remember that is the nature of your flesh. If you are a new person, if you are a born again new person, if you identify yourself to be with Christ, what do you have to do? You have to subject your body down. നമ്മുടെ ശരീരത്തെ പൗലോസ് പറഞ്ഞതുപോലെ, ഐ ആം ഡിസിപ്ലിനിങ് മൈ ബോഡി സോ ദാറ്റ് ഇറ്റ് വിൽ നെവർ ഹാവ് അപ്പർ ഹാൻഡ് ഓൺ മൈ ലൈഫ്. ഞാൻ എൻ്റെ ശരീരത്തെ അടിമയാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി ദൈവം കാണാതിരിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. എൻ്റെ റിവാർഡ് എനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം, എൻ്റെ സാക്ഷ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ് എന്ന് ദൈവസന്നിധിയിലും മനുഷ്യൻ്റെ സന്നിധിയിലും ഞാൻ പ്രസംഗിക്കുമ്പോൾ, എൻ്റെ ജീവിത രീതി, എൻ്റെ സ്വഭാവം, എൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് മനുഷ്യൻ ഹല്ലേലൂയ എന്നെ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ ജഡത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് കേട്ടത്. ഇനി പുതിയ മനുഷ്യൻ ധരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മളത് മനസ്സിലാക്കുവാനായിട്ട് പോവുക. പുതിയ മനുഷ്യനെ കുറിച്ച് കേൾക്കുമ്പോൾ എവിടെ എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ, ഇതേ അധ്യായത്തിൽ തന്നെ, കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. 10-ാമത്തെ വാക്യം, ആൻഡ് ഹാവ് പുട്ട് ഓൺ ദ ന്യൂ മാൻ which is renewed in knowledge after the image of him that created him. Hallelujah. പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണെന്ന് അറിയാമോ? ദൈവമാ. പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പുതിയ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, he want to be like the one who created him. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരമാകുവാൻ ആഗ്രഹിക്കുന്നവനാണ് പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പോൾ പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം മുഴുവനും ആരെ പോലാകാനാണെന്നറിയാമോ? ആദമിനെ പോലാകാനല്ല ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിനെ പോലായി തീരുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ്.
അടുത്ത വാക്യങ്ങൾ നോക്കിയേ, താഴേക്ക് വായിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. 12 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. കണ്ടോ, പുതിയ മനുഷ്യൻ ധരിക്കുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, മനസ്സലിവ്, താഴ്മ, ദയ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. വീണ്ടും ധരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആർക്കാ ധരിക്കാൻ പറ്റുന്നത്? പുതിയ മനുഷ്യന് മാത്രമേ ധരിക്കാൻ പറ്റൂ. പഴയ മനുഷ്യൻ ധരിച്ചിരുന്നതാണ് നമ്മൾ ആദ്യം കേട്ടത്. എന്താ? ദുർനടപ്പും അശുദ്ധിയും അതിരാഗവും വിഗ്രഹാരാധനയും ഈർഷ്യയും കുശുമ്പും ദേഷ്യവും, അതൊക്കെ കേട്ടത് ആദ്യം. എന്നാൽ നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, എന്താ? മനസ്സലിവ് നിങ്ങൾക്കുണ്ടാകണം, ദയ നിങ്ങൾക്കുണ്ടാകണം, അതുപോലെ താഴ്മ നിങ്ങൾക്കുണ്ടാകണം, സൗമ്യത നിങ്ങൾക്കുണ്ടാകണം, ദീർഘക്ഷമ നിങ്ങൾക്കുണ്ടാകണം. അതുമാത്രമല്ല, എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിക്കുവിൻ. ഒരു പുതിയ മനുഷ്യൻ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സഹോദരങ്ങളെ. We need to examine ourselves. Is it true in our life or not? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? മറ്റുള്ളവരോട് കരുണയുണ്ടോ? മറ്റുള്ളവരോട് മനസ്സലിവുണ്ടോ? ഇതില്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, വെദർ യു ആർ ബോൺ അഗെയിൻ ഓർ നോട്ട്. ഇതില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? നമ്മൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? പഴയ മനുഷ്യൻ തന്നെയാണോ ഞാൻ ആദമിൽ തന്നെയാണോ വസിക്കുന്നത്? ഞാൻ ആദമെന്ന് പറയുന്ന മരത്തിൽ തന്നെയാണോ? വെറും ഒരു സ്വപ്നം മാത്രമാണോ? വെറും എൻ്റെ ഒരു ചിന്ത മാത്രമാണോ എന്നിൽ ഈ മാറ്റം വന്നതെന്നോ? ഒരു പുതിയ മനുഷ്യനാകുന്നെങ്കിൽ ദിസ് ഈസ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് യു. ഇതാണ് നിന്നിൽ നിന്നും എന്നിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നോക്കിക്കേ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയുണ്ടോ സഹോദര സഹോദരി? ഇന്ന് പണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായിരുന്നു, പണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു. പ്രിയ സഹോദരൻ ഇപ്പോൾ ആരാധന ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. നമ്മുടെ സകല പ്രശ്നങ്ങളും വിചാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി എൻഡ്. ഒന്നിനെക്കുറിച്ചും പിന്നെ വിചാരപ്പെടത്തില്ല. കാരണം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ വിശ്വാസത്തോടെ പരമേൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. There ends everything. All our problems, all our agonies and anxieties, everything goes there in the hands of God. Praise God. ഇവിടെ പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ടാവണം. ഹല്ലേലൂയ. പിന്നീട് എഴുതി, അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പിൻ. എന്നിട്ട് താഴോട്ട് പറയുന്നുണ്ട്, ഭാര്യമാരോട് പറയുന്നുണ്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന്. ഭർത്താക്കന്മാരോട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, പുതിയ മനുഷ്യനായി കഴിഞ്ഞാലുള്ള ബന്ധം എവിടേക്കാണ് പോകേണ്ടത്? ആദ്യം സഭയ്ക്കകത്താ മാറ്റം വന്നു, ആദ്യം വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം വന്നു, വായിച്ച് താഴേക്ക് നോക്കുമ്പോൾ. പിന്നീട് സഭാബന്ധത്തിലായി, പിന്നീട് കുടുംബജീവിതത്തിൽ കാണിക്കുകയാണ്. എന്തോ ഭാര്യയോട് പറയുകയാണ്, ഭർത്താവിനോട് പറയുകയാണ്, മക്കളോട് പറയുകയാണ്, പിതാക്കന്മാരോട് പറയുകയാണ്, ദാസന്മാരോട് പറയുകയാണ്, യജമാനന്മാരോട് പറയുകയാണ്, എല്ലാം പറയും ഓരോന്നും. ഈ പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ ഈ ഏരിയകളിലൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിരിക്കും. എന്ത് അമേസിങ് അത്! എനിക്ക് സമയമില്ല ആ ഭാഗത്തേക്കൊക്കെ പോവാം. നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് കയ്പായിരിക്കരുത്, ഉള്ളിൽ പകവെച്ചുകൊണ്ടിരിക്കരുതെന്ന്, മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കരുതെന്ന്, ഭക്ഷണം കഴിക്കാതിരിക്കരുതെന്ന്, മിണ്ടാതിരിക്കരുതെന്ന്, കരുണ കാണിക്കണമെന്ന്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ. ഇത് കർത്താവിനെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടുത്താതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല കർത്താവിലെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. താഴേക്ക് വായിച്ചു വന്ന് യജമാനന്മാർ എല്ലാവരോടും താഴേക്ക് പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 1-ാം വാക്യം പറയുന്നത് യജമാനന്മാരോട്. അപ്പോൾ താഴേക്ക് എഴുതിയിരിക്കുക ഇത്.
സഹോദരന്മാരെ, നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചു കഴിയുമ്പോൾ, ഇതൊക്കെ തുടങ്ങിയത് നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യത്തിലാണ് തുടങ്ങിയത്. എന്താണെന്നറിയാമോ? 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിനുശേഷം വരുന്ന മാറ്റങ്ങളായി വായിച്ചതൊക്കെ. സഹോദര സഹോദരി, എന്നിലും നിങ്ങളിലും ഈ മാറ്റമുണ്ടോ? ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. എന്നിലും നിങ്ങളിലും ഈ മാറ്റമുണ്ടോ? ഞാൻ ആരുടെ പിന്നാലെയാണ് നയിക്കപ്പെടുന്നത്? ആരുടെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്? ഞാൻ ദൂരേക്ക് നോക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ ക്യൂവിൽ തന്നെയാണോ നിൽക്കുന്നത്? എൻ്റെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ യേശു ഉണ്ടോ? അതിന്റെ പിന്നിൽ തന്നെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരുണ്ടോ? അതിന്റെ പിന്നിൽ ദൈവഭക്തരായിരിക്കുന്ന ദൈവദാസീദാസന്മാരുണ്ടോ? ആ മായയുടെ റൈറ്റ് ക്യൂ. Maybe you are alone. Rest of your community, rest of your relatives, rest of your family is in the other queue. Doesn't matter. Are you in the right queue? വീണ്ടും ജനനം പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൽ തന്നെയാണോ നീ? എപ്പോഴും നമ്മളത് ശോധന ചെയ്യണം. ഇങ്ങനെ രണ്ട് കാല് രണ്ടിടത്ത് വെച്ച് പോകാൻ പറ്റില്ല. either you are in that queue or this queue. ഒന്നുകിൽ ആ ലൈനിലായിരിക്കണം, ആ വരിയിലായിരിക്കണം, അല്ലെങ്കിൽ നീ ഈ വരിയിലായിരിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കഴിയത്തില്ല. ഇതാ പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത. എന്നെ ആ മരത്തിൽ നിന്ന് വെട്ടി എന്നെ ഈ മരത്തിലാക്കിയെന്ന് പറയുമ്പോൾ എനിക്ക് ഇനിയും ആ മരവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിനെ കുഴിച്ചിട്ടു എന്നാണ് വചനം പഠിപ്പിച്ചത് നമ്മളെ. ഹല്ലേലൂയ! അതിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. I tell you, my brothers, my sisters, if you are saved, it is God's plan to make you like His Son. It is the most exciting, unbelievable, incomprehensible work of God to make us like Christ. നമ്മൾ രക്ഷിക്കപ്പെടുന്ന നിമിഷം, നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുന്ന നിമിഷം, നമ്മൾ പുതു മനുഷ്യനാക്കി മാറപ്പെട്ട നിമിഷം, പിന്നീടുള്ള വർക്കുകളൊക്കെ അത്യുന്നതനായ ദൈവം നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിയാമോ? തൻ്റെ മകനെ പോലെ, തൻ്റെ പുത്രനെ പോലെ നമ്മളെ ആക്കി തീർക്കാൻ. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ പോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും ആക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശ്രേഷ്ഠമേറിയ അൺബിലീവബിൾ, ഇൻകോംപ്രിഹെൻസിബിൾ ആൻഡ് എക്സൈറ്റിംഗ് വർക്ക് നമ്മളിൽ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ആം പെർഫെക്റ്റ്ലി ലൈക്ക് ക്രൈസ്റ്റ്. ഞാൻ യേശുവിനെ പോലെ ആയി എന്നല്ല പറയുന്നത്. പക്ഷെ ഒന്നെനിക്കറിയാം, ഐ ആം സംവാട്ട് better than what I was 2 years ago. I am more like Christ today than I was a year ago. യേശുവിനെ പോലെ ഞാൻ ആയി എന്നല്ല പറയുന്നത്. എന്നാൽ 1 വർഷം മുമ്പ് എന്നെ കണ്ട വ്യക്തികൾ, എന്നെ കേട്ട വ്യക്തികൾ, എന്നോടുകൂടെ സഹകരിച്ച വ്യക്തികൾ 1 വർഷത്തിന് ശേഷം ഇന്നെന്നെ കാണുമ്പോൾ അവർക്ക് തിരിച്ചറിയുവാൻ പറ്റും യേശു കർത്താവിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ എന്നിൽ വന്നു തുടങ്ങിയെന്ന്. സഹോദര സഹോദരി, ഈ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഗോഡ് ഈസ് ഇൻ വർക്ക്. ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 2 കൊരിന്ത്യറിലേക്ക് വരുമ്പോൾ, 2 കൊരിന്ത്യർ, 2 Corinthians 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിലേക്കൊന്ന് നോക്കിയേ. 2 Corinthians chapter 4 verse 16, 17 and 18. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇവിടെ പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഈ ജഡത്തെക്കുറിച്ചാണ് പറയുന്നത്, ഈ ബോഡിയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഓരോ വർഷം കഴിയുന്തോറും നമ്മളെന്തുവാ, ജഡത്തിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ക്ഷീണിക്കുക. പലയിടത്തും ഓടിപ്പോകണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ഓടിപ്പോകാൻ പറ്റുമോ? പണ്ട് 20 വയസ്സുകളിൽ 20s-ലും 30s-ലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്നും ചെയ്യണമെന്ന് മനസ്സിന് നല്ല പുതുക്കമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് അവിടെ അല്ലാതെ ഓൾഡ് മാൻ എന്നുള്ള മീനിങ്ങിലല്ല, ആ കോൺസെപ്റ്റ് അല്ല ഇതിവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ പഴയ മനുഷ്യൻ, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ, പഴയ മനുഷ്യനെന്നല്ല, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഇൻ എ പ്രോഗ്രസിങ് സ്റ്റേജ്. ദ ന്യൂ മാൻ ഈസ് ഗ്രോയിങ് ഇൻ എ പ്രോഗ്രഷൻ. എനിക്ക് ശരീരത്തിൽ പ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം, പഴയതുപോലെ എൻ്റെ ശരീരത്തിൽ ബലമില്ലായിരിക്കാം, പക്ഷേ എൻ്റെ അകത്തെ മനുഷ്യൻ പഴയതിനേക്കാൾ അധികം തേജസ്സിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വചനത്തിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ, ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ, അതിലെ ദൈവിക തീഷ്ണതയിൽ, പ്രാർത്ഥനയിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുക.
പ്രൈസ് ദി ലോർഡ്. പക്ഷേ എൻ്റെ പുറമേയുള്ള എൻ്റെ ശരീരം ക്ഷീണിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അതിനകത്ത് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ഭാരപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? 17-ാമത്തെ വാക്യം പറയുന്നു, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം കിട്ടുവാൻ തക്കവണ്ണം ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ സ്വിച്ച് ഓവർ നമുക്കുണ്ടാകണം. ഈ ലക്ഷ്യം മാറണം. നമ്മൾ കാണുന്നതിൽ നിന്ന് നോട്ടം മാറ്റി കാണാത്തതിലേക്ക് നോട്ടം വെക്കണം. പ്രൈസ് ഗോഡ്. അതിനാ പറയുന്നത് വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രസംഗിക്കുന്നത് വല്ലതും നമ്മൾ കണ്ടിട്ടുണ്ടോ? എർത്തിലി തിങ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഹെവൻലി തിങ്സ്, സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വല്ലതും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പിന്നെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എല്ലാ ഈ വേൾഡിലുള്ള ഫോർച്യൂൺസ് ഒക്കെയും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്? കഴിഞ്ഞ നാളുകളിൽ എത്രയോ ദൈവമക്കൾ, എത്രയോ ദൈവദാസീദാസന്മാർ, മിഷണറിമാർ തങ്ങളുടെ എർത്തിലി ഫോർച്യൂൺസ് ഒക്കെയും വിട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ വന്നത് എന്തുകൊണ്ടാണ്? They didn't live for the things which are seen in this world. ഈ ലോകത്തിൽ കാണുന്നതിന് വേണ്ടിയല്ല അവർ ജീവിക്കുന്നത്, അവർ കാണാത്തതിന് വേണ്ടി ജീവിച്ചു. ഞാൻ കുറച്ച് മുമ്പേ ജോളി ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നത് ജസ്റ്റ് ഓവർഹേഡ് കേൾക്കാൻ തക്കവണ്ണം ഇടയായി. ജോൺ ബെനിയനെ കുറിച്ച്. ജോൺ ബെനിയനെ കുറിച്ച് അറിയാമോ? ഹൂ ഈസ് ജോൺ ബെനിയൻ? ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞ്, പിൽഗ്രിം പ്രോഗ്രസ് അല്ലേ, പരദേശി മോക്ഷയാത്ര. അത് എപ്പോഴും എഴുതിയെന്നറിയാമോ? വെൻ ഹി വാസ് ഇൻ ജയിൽ ഫോർ 12 years ഫോർ പ്രീച്ചിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന് 12 വർഷം ജയിലിൽ കടന്നു. ആ 12 വർഷം ജയിലിൽ കടന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. നമുക്കറിയാം, ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഏക ബുക്കാണ് പരദേശി മോക്ഷയാത്ര. ആ മനുഷ്യൻ കൊടുത്ത വിലയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. ഹല്ലേലൂയ. ദ പ്രൈസ് ദാറ്റ് ഹി ഹാഡ് പെയ്ഡ് ടു ഫോളോ ക്രൈസ്റ്റ്. കാരണം അവനെ ജയിലിലാക്കുന്നതിന് മുമ്പ് അവനെ അധികാരികൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇതുവരെ ചെയ്തത് നിനക്ക് പറ്റിയ തെറ്റാണ്. പ്രീച്ചിങ്, യു പ്രീച്ച് ക്രൈസ്റ്റ്, യു സിംപ്ലി ഹാവ് ടു റീകാൻറ്റ് ഹിം, സെയിങ് ദാറ്റ് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ദാറ്റ് ഐ വാസ് പ്രീച്ചിങ് അബൌട്ട് ജീസസ്. നൗ ഫ്രം ഗോയിങ് ഫോർവേഡ് ഐ വിൽ നോട്ട് പ്രീച്ച് ഹിം. ആ വാക്ക് മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് ജയിലിൽ കിടക്കണ്ട. ആ സാക്ഷ്യത്തിനകത്ത് ഞാൻ കേട്ടത്, ആ കമൻട്രിക്കകത്ത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അദ്ദേഹം സന്തോഷത്തോടെ അത് നിരസിച്ചത്. He joyfully rejected it. He had to spend 12 years in the prison. ഇന്നത്തെ prison പോലല്ല അന്നത്തെ prison. ക്രിസ്തുവിന് വേണ്ടി സഹിച്ചതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ വാക്യം എഴുതിയിരിക്കുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാരണം അവർ കാണപ്പെടുന്ന ഈ കുറച്ച് വർഷത്തേക്ക് ഈ ഭൂമിയിലൊക്കെ ജീവിക്കുവാൻ ആഗ്രഹിച്ചവരല്ല. ഹല്ലേലൂയ. നമ്മൾ കാണാത്ത ചിലത് ആത്മാവിൽ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. നമ്മൾ കാണാത്ത ചിലതിൻ്റെ ദർശനം അവർക്ക് ആത്മാവിൽ പ്രാപിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവർക്കറിയാം, ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ, കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. The things which are seen are temporal and the things which are unseen is permanent and eternal. സഹോദര സഹോദരി, ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചേ, നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? കാണുന്ന കാര്യങ്ങൾക്കാണോ കാണാത്ത കാര്യങ്ങൾക്കാണോ? നമ്മുടെ ജീവിതം കണ്ടാൽ അറിയാവുന്നത് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്ന്. ഹല്ലേലൂയ. നമ്മൾ ലജ്ജിച്ചു പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം മാത്രമല്ല നമുക്ക് സാക്ഷ്യം, ഇപ്പം പറഞ്ഞ പോലെയുള്ള ദൈവമക്കളുടെ ജീവിതങ്ങൾ നമുക്ക് സാക്ഷ്യമാണ്. നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് ദൈവം കാണിച്ചു തന്നിരിക്കുക. ചില മനുഷ്യർ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിച്ചതും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്ദ അനുഭവിച്ചതും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പരിഹാസം അനുഭവിച്ചതും കഷ്ടത അനുഭവിച്ചതും ചിലർ മരണം വരിച്ചതും നമ്മുടെ മുമ്പിൽ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിലും ഈ നാളുകളിലും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ദൈവവചനം മാത്രമല്ല നമുക്ക് സാക്ഷ്യം, അനേക ദൈവമക്കളുടെ ജീവിതം നമുക്ക് സാക്ഷ്യമാണ്. നമ്മൾ ഇന്നും ഈ ഒരു പ്രയോജനവുമില്ലാത്ത ഈ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഇതിന് വല്ലതും ഗ്യാരണ്ടി ഉണ്ടോ? ഈ കയ്യിലിരിക്കുന്നതൊക്കെ നാളെ ഉണ്ടാകുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടോ? ദൈവമക്കളെ, നാളെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഈ ഉറക്കളച്ച് അധ്വാനിച്ച് സമയം കളഞ്ഞ് സഭയിലും വരാതെ ദൈവവചനം കേൾക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാതെ ഈ ലോകത്തിൽ ഓടി 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 ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടിഷ്യൂ കേൾക്കും നമ്മൾ. ഒരു ദിവസം പെട്ടെന്ന് പോകും അല്ലേ? നമുക്കങ്ങനെ വേണം? ഇവിടെ പറയുന്നു, അപ്പോസ്തലൻ പറയുക,
നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ കഷ്ടമുണ്ടല്ലോ, നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ അടി കൊള്ളുന്നുണ്ട്, തുപ്പ് കൊള്ളുന്നുണ്ട്, ഞങ്ങളെ പിടിച്ച് ജയിലിടുന്നുണ്ട്, എല്ലാവരും ഞങ്ങളെ വെളിയിലാക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് സമയത്തേക്ക്, only for a little short while, ചെറിയൊരു സമയത്തേക്ക് വേണ്ടിയുള്ള കഷ്ടം. പക്ഷെ അത് കഴിഞ്ഞ് നിത്യമായി പെർമനൻ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുവാനുള്ള ഭാഗ്യം ഓർക്കുമ്പോൾ ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്രയേ നോക്കി ജീവിക്കുന്നത്. 2 തീമോത്തിയിലേക്ക് വരുമ്പോൾ ഒരു മനോഹരമായ വാക്യം നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവസഭയിൽ ഒരു വ്യക്തി നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ, ബോൺ അഗൈൻ ആയി കഴിയുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ തക്കമുള്ള ഒരു മാതൃക അവിടെ കാണിച്ചു തരുന്നുണ്ട്. 2 തീമോത്തി 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത് ന്യൂ മാൻ. പണ്ടാരായിരുന്നു നമ്മൾ? ആദമിൻ്റെ മനുഷ്യനായിരുന്നു, ഓൾഡ് മാൻ ആയിരുന്നു, പഴയ മനുഷ്യനായിരുന്നു. അത് ലോകത്തിൻ്റെ മനുഷ്യനായിരുന്നു, ലൗകികനായിരുന്നു, ജഡീകനായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ആരാ? മാൻ ഓഫ് ഗോഡ്, മെൻ ഓഫ് ഗോഡ്, വുമൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ ദാസിമാരുമാണ്. അപ്പൊ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതെന്നറിയാമോ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഏത്? ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ. എന്തിനാ? ദൈവദാസന്മാരും ദൈവദാസിമാരും ആത്മാവിൽ ബലപ്പെടേണ്ടതിന്, തികഞ്ഞവരായി തീരേണ്ടതിന്, പെർഫെക്റ്റായി തീരേണ്ടതിന്, ക്രിസ്തുവിന്, പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ലൈക്ക്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടതിന് ഈ തിരുവെഴുത്തുകൾ ദൈവം ശ്വാസമൂതി നമുക്ക് തന്നിരിക്കുക. എന്തിന്? നമ്മുടെ ഉപദേശത്തിന് വേണ്ടി, നമ്മുടെ ശാസനത്തിന് വേണ്ടി, നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടി, നീതിയിലെ അഭ്യാസനത്തിന് വേണ്ടി കർത്താവ് തന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇതിൽ പ്രാക്ടീസ്ഡാകണം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതല് പണ്ട് നമ്മൾ ന്യൂസ് പേപ്പറിലും പുതിയ മീഡിയകളിലും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിലും ഇലക്ഷനിലും രാഷ്ട്രീയത്തിലും ഒക്കെ അതീവ തൽപരരായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ നീ പുതിയ മനുഷ്യനായി കഴിയുമ്പോൾ നിന്റെ താല്പര്യം മറ്റു ചിലതിലേക്കാകണം. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. പഴയ താല്പര്യം തന്നെയാണ് നിന്റെ ജീവിതത്തിലെങ്കിൽ ഐ ഹാവ് നത്തിങ് ടു സേ അബൌട്ട് യു, ഐ കാൺ ജഡ്ജ് യു, ഐ ക്യാൻ സേ ഓൺലി വൺ തിങ്, യു ആർ നോട്ട് ബോൺ അഗെയിൻ. പഴയ താല്പര്യം തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഇപ്പോഴുമെങ്കിൽ, അതിനുവേണ്ടിയാണ് നീ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നീ അതിനാ കൊടുക്കുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ യോർദാൻ കടന്ന് ഇപ്പുറത്ത് വന്നിട്ടില്ല, നീ യോർദാൻ്റെ അപ്പുറത്ത് തന്നെയാണ്. നീ ചെങ്കടൽ കടന്ന് ഇപ്പുറത്ത് വന്നിട്ടില്ല, നീ ചെങ്കടലിൽ അപ്പുറം ഇസ്ലാമിൽ തന്നെ, അടിമത്തത്തിൽ തന്നെയാണ്. നിനക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, നിനക്ക് തോന്നുക മാറ്റം വന്നെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് we need to examine ourselves. ഇവിടെ എഴുതിയിരിക്കുക, നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടി, നമ്മുടെ ഉപദേശത്തിന് വേണ്ടി, നമ്മുടെ അഭ്യസനത്തിന് വേണ്ടി ദൈവാശ്വാസീയമായ തിരുവെഴുത്തുകൾ ദൈവമക്കൾക്ക് തന്നിരിക്കുക. ദൈവത്തിൻ്റെ മനുഷ്യൻ തികഞ്ഞവനായി തീരേണ്ടതിന്. We need to be made perfect. മുമ്പേ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞായി ജനിച്ചത് മാത്രമല്ല, അനുദിനം വളർന്നുകൊണ്ടിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രായമാകുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്? എത്ര പ്രായം? you will become perfect by what age you think? I don't think even in million years. 1 million year, ഒരു 100 വർഷം ജീവിച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പെർഫെക്റ്റ് ആകുമോ? ഇല്ല. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്താണെന്നറിയാമോ? ഇന്നലത്തേക്കാൾ ഇന്ന് കുറച്ചുകൂടെ ബെറ്റർ ആകും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. നൺ ഓഫ് us can be perfect, but our aim must be to become perfect. അതിൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തികഞ്ഞവനായിത്തീരണം, ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. എൻ്റെ ലക്ഷ്യം അതാ. അങ്ങനെ ആഗ്രഹമുള്ള ഒരു വ്യക്തി ഒരിക്കലും മടിയനായിട്ടിരിക്കത്തില്ല. ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് ആയെന്ന് പറയത്തില്ല. ആ വ്യക്തി എപ്പോഴും ഹ്യൂമിലിറ്റിയിലായിരിക്കും. ക്രിസ്തുവിനെ പോലെ എനിക്ക് ആയിത്തീരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി എപ്പോഴും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരിക്കും. കാരണം ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല ഇതുവരെ. മനസ്സിലായല്ലോ? അടുത്തുള്ള ഒരു മനുഷ്യനെ പോലെ ഏതെങ്കിലും ഒരു പ്രസംഗം, ഒരു പ്രീച്ചറിനെ ചൂണ്ടിക്കാണിച്ച് അയാളെ പോലെ ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഹങ്കരിക്കാൻ പറ്റും. കാരണം അയാളെക്കാൾ ഇച്ചിരി മേളിലായി കഴിഞ്ഞാൽ ഐ ബിക്കം സംതിങ് എന്ന് പറയാം. പക്ഷേ വി ക്യാൻ നെവർ എവർ സേ ദാറ്റ് ഐ ആം സംതിങ്, ബിക്കോസ് മൈ ഒബ്ജക്റ്റ് ആൻഡ് മൈ സ്റ്റാൻഡേർഡ് ആൻഡ് മൈ ബെഞ്ച് മാർക്ക് ഈസ് ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ്റെ ഗുണം. ഞാൻ വാക്കുകളെ വേഗം നിർത്തുക. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. C.H. സ്പർജൻ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജിൽ ഒരിക്കലും ഒരു കഥ, ഒരു ഇല്ലിസ്ട്രേഷൻ പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞു. എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, 2 പേര്
ദൂരെ ഒരു സ്ഥലത്ത് അവിടോട്ട് മാറിയ ഹോളിൻ്റെ രണ്ട് വശങ്ങളിൽ രണ്ടുപേര് നിൽക്കുക. അവരുടെ കൈകളിൽ, രണ്ട് കൈകൾ, ഒരാളുടെ കയ്യിൽ വളരെ മനോഹരമായ ഒരു ബാസ്ക്കറ്റിൽ നല്ല ഫുഡ്, നല്ല ചൂടായിട്ടുള്ള നല്ല ഫുഡ്, ഏതെങ്കിലും ഒരു നല്ല ക്യൂസിൻ, മെക്സിക്കൻ ക്യൂസിൻ ആയിക്കൊള്ളട്ടെ, ബ്രിട്ടീഷ് ക്യൂസിൻ ആയിക്കൊള്ളട്ടെ, ഇന്ത്യൻ ക്യൂസിൻ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സ്റ്റൈലിലുള്ള നല്ല ഫുഡ്, നല്ല മണം വരുന്ന, നല്ല ആർക്കും അപ്പറ്റൈസിങ് ആക്കുന്ന, വിശപ്പ് വരുത്തുന്ന രീതിയിലുള്ള നല്ല ഭക്ഷണവും കൊണ്ട് ഒരു വ്യക്തി അവിടെ തുറന്ന ബാസ്ക്കറ്റുമായിട്ട് നിൽക്കുക. അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്താ ചെയ്തതെന്നറിയാമോ? ആ ആളിൻ്റെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഏതോ ഒരു ഓടയ്ക്കകത്തുനിന്ന്, ഡ്രെയിനേജിനകത്തുനിന്ന് വലിച്ചു വാരിക്കൊണ്ട് വന്ന ഗാർബേജ്. നമുക്കറിയാമല്ലോ, ഓടയൊക്കെ എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുക എന്നെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്മെല്ല് എന്താണെന്ന്. അതുപോലുള്ള സ്മെല്ല് അതിനകത്തൂടെ വരിക. ഇപ്പോൾ C.H. സ്പർജൻ പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് മാറ്റം വന്നോ ഇല്ലയോ എന്നറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഇവിടെ ഒരു ഹോഗിനെ നിർത്തിക്കുക. ഹോഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പിഗ്, ലിറ്റിൽ പിഗ്. ഈ പിഗിനെ ഇവിടെ നിർത്തിയാൽ, പിഗിനെ കൈവിട്ട് കഴിഞ്ഞാൽ ഈ പിഗ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഈ മെക്സിക്കൻ ക്യൂസിനിലേക്കാണ് പോകുന്നത്. അവൻ നേരെ പോകുന്ന ആ ഗാർബേജിലേക്കാണ്, അല്ലേ? അപ്പം ഗാർബേജ് തിന്നോണ്ടിരിക്കുക, ആർത്തിയോടാ തിന്നുന്നത്. നമ്മളെന്തുവാ, പിള്ളേർ KFC തിന്നുന്നതിൻ്റെ കൂട്ടും മക്ഡൊണാൾഡ്സ് തിന്നുന്നതിൻ്റെ കൂട്ടൊക്കെ വീട്ടിലൊന്നും കഴിക്കത്തില്ല കേട്ടോ. KFC ഭയങ്കര കഴിപ്പായിരിക്കും പിള്ളേരല്ലേ, അതുപോലെ തിന്നുകൊണ്ടിരിക്കുക. പക്ഷേ ദിസ് ഈസ് വാട്ട് C.H. സ്പർജൻ ഈസ് ആസ്കിങ്. ഇഫ് ബൈ സം സൂപ്പർ നാച്ചുറൽ പവർ ഇൻ എ മൊമെന്റ് if I can change the heart of that pig, അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയാ? ഈ തിന്നുകൊണ്ടിരിക്കുന്ന പിക്കിൻ്റെ ഹൃദയം എനിക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ പറ്റിയാൽ, ആ പന്നിയുടെ ഹൃദയം മാറ്റിയിട്ട് അതിനകത്ത് മനുഷ്യൻ്റെ ഹൃദയം കയറ്റാൻ പറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒറ്റ നിമിഷത്തിൽ എന്താ സംഭവിക്കുന്നത്? അതുവരെ ആർത്തിയോടെ വലിച്ചു വാരി തിന്നുകൊണ്ടിരുന്ന പിഗിൻ്റെ ഹൃദയം മനുഷ്യൻ്റെ ഹൃദയമായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അതുവരെ തിന്നത് മുഴുവനും ഛർദ്ദിക്കും, വൊമിറ്റ് ഔട്ട് ചെയ്യും. ബിക്കോസ് ഹാർട്ട് ഈസ് ചേഞ്ച്, ഹാർട്ട് ഈസ് ട്രാൻസ്ഫോംഡ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ആ പിഗ് വൊമിറ്റ് ഔട്ട് ചെയ്തിട്ട് ഹി വിൽ ടേൺ ടു ദി അതർ ക്യൂസിൻ. ദിസ് ഈസ് വാട്ട് ദ പ്രൂഫ് ഓഫ് റിയൽ കൺവേർഷൻ. ഇത്ര മനോഹരമായ ഇല്ലസ്ട്രേഷൻ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ സഹോദര? പണ്ടത്തെ ഗാർബേജ്, നമ്മൾ പണ്ടത്തെല്ലാം ഗാർബേജ് തിന്നിട്ടുണ്ടല്ലേ? ഇൻ്റർനെറ്റിൽ കൂടെ ഒക്കെ എന്തുമാത്രം ഗാർബേജ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വലിച്ചു വാരി തിന്നുമായിരുന്നു. ഒളിച്ചും പത്തും പതുങ്ങിയും ഒക്കെ ഇരുന്ന് തിന്നുമായിരുന്നു. ആരും കാണാതെ തിന്നുമായിരുന്നു. പിള്ളേരൊക്കെ എന്തെങ്കിലും വീട്ടിൽ നിന്നൊക്കെ, കിച്ചണിൽ നിന്നൊക്കെ മോഷ്ടിച്ചെടുത്ത് അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് വെച്ച് കഴിക്കുന്നതിൻ്റെ കൂട്ട്. ഹൃദയത്തിനകത്ത് രൂപാന്തരം വന്നപ്പോൾ അതിനെയൊക്കെ വെറുക്കുകയും വൊമിറ്റ് ഔട്ട് ചെയ്യുകയും, ഹല്ലേലൂയ, നല്ല സ്റ്റഫ് നോക്കി പോവുകയും ചെയ്യുന്ന ഒരാഗ്രഹം, ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? This is the transformation that has to happen in a new man. കാരണം അവൻ ക്രിസ്തുവിൽ വന്നിരിക്കുക. ഇന്ന് അവൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് ക്രിസ്തുവിൻ്റെ സ്പിരിറ്റാണ്. അവൻ്റെ ശരീരത്തിൽ വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ജഡത്തിൻ്റെ ആത്മാവല്ല, ആദമിൻ്റെ ആത്മാവല്ല, ആദമിൻ്റെ രീതികളല്ല, ആദമിൻ്റെ നേച്ചറല്ല, ആദം ഡിസൊബീഡിയൻസാ. ഒരു മനോഹരമായ വാക്യമുണ്ട് റോമാലേഖനം 5-ാം അധ്യായത്തിൽ. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനോഹരമായ വാക്യമുണ്ട്. ആ വാക്യം വായിച്ച് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമൻ 5-ൽ 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ദിസ് ഈസ് റോമൻസ് 5:19. For as by one man's disobedience many were made sinners, so by the obedience of one shall many be made righteous. ഒരു ചോദ്യം പണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക, ഞാനത് വായിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം അവർ പറഞ്ഞത്? അവരുടെ ബിഗിനിങ്ങിൽ, അവരുടെ തുടക്കത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? അവർ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നതിൻ്റെ കൂട്ട് ജീസസ് ഗോഡ് മാൻ ആണെന്ന് കരുതിക്കേ. ഗോഡ് മാൻ മീൻസ് ദൈവ മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവമായി തീർന്നവനാണ്, ദൈവ മനുഷ്യനായി തീർന്നതാണെന്ന് കരുതിക്കോ. എങ്ങനെ ഈ ഒരു വ്യക്തി മരിച്ചാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും എങ്ങനെ രക്ഷ പ്രാപിക്കും? അവർ ചോദിക്കുന്ന ചോദ്യം അതാ. How just by believing in Jesus Christ, how all the human kind or human race can be saved? ഇതതിന് ആൻസർ. ഒരാളുടെ പാപം ഈ ലോകത്തിലെ മാനവജാതിയെ മുഴുവൻ പാപികളാക്കിയെങ്കിൽ ഒരാളിലെ നീതി ഈ ലോകത്തിലെ സകല പാപികളെയും നീതിമാന്മാരാക്കും. ഈ വാക്യം അതിൻ്റെ അർത്ഥം.
മനസ്സിലായ സഹോദരങ്ങളെ? നമുക്കറിയാം ഈ ലോകത്തിലെ സകല പാപത്തിനെ കാരണം ഒരുത്തനിൽ നിന്ന് തുടങ്ങിയ പാപമാണ്. ആരെ? ആദമിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുവനിലൂടെയുള്ള നീതി തന്നിൽ വിശ്വസിക്കുന്ന സകലരെയും നീതിമാന്മാരാക്കും. യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. നമ്മുടെ വചനത്തിലേക്ക് മടങ്ങി വരാം. കൊലോസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആ വാക്യം വായിച്ച് ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോൺ അഗെയിൻ ആയിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഈ ഭൂമിയിലുള്ളതിൻ്റെ പിന്നാലെ ഇനി ഓടരുത്. ഈ ഭൂമിയിലുള്ളത് ഇനി അന്വേഷിക്കരുത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾ മരിച്ചു. നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? ഇത് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതിയത്. അവരോട് പറയാം, നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. നാം ക്രിസ്തുവിൻ്റെ പിന്നാലെ ജീവിക്കുന്നുവെങ്കിൽ, ഈ പുതിയ മനുഷ്യനെ ധരിച്ച് ഇന്ന് കേട്ട വചനപ്രകാരം പുതിയ മനുഷ്യനെ ധരിച്ച് പുതിയ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നാം ജീവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ, സ്തോത്രം. വളരെ ആഴമേറിയ ഒരു വിഷയമാണ് നമ്മൾ